മക്കളെ, കീം 2026 എഞ്ചിനീയറിംഗ്, അതായത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, ആർക്കിടെക്ചർ കോഴ്സുകൾ, ഫാർമസി, മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ മാത്രമാണ്. ഇതിൽ നമ്മൾ എക്സാം സംബന്ധമായ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലായിരിക്കും പറയുക. ഇതിൽ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങളും മെയിൻ പോയിന്റുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മാത്രമാണ് ഇതിൽ ഓർമ്മിപ്പിക്കുക. ഇതിൽ കോഴ്സുകൾ നോക്കുക. ഒന്ന് മെഡിക്കൽ കോഴ്സസ് ആണ്. MBBS, BDS, ഹോമിയോ, ആയുർവേദം, സിദ്ധ, യുനാനി. അതേപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BSc അഗ്രികൾച്ചർ, ബിസിനസ് മാനേജ്മെൻറ്റ്, BTech ബയോടെക്നോളജി, വെറ്റിനറി, ഫിഷറീസ്. ഇതൊക്കെയാണ് അനുബന്ധ കോഴ്സുകൾ. ഈ പറഞ്ഞ കോഴ്സുകൾക്കൊക്കെ നിങ്ങൾ നീറ്റ് എഴുതിയാൽ മതിയാവും. ഇതിൽ നിങ്ങൾ കീമിൽ രജിസ്റ്റർ ചെയ്താൽ മതി. കീമിൻ്റെ എക്സാം എഴുതണ്ട. നീറ്റ് എക്സാം എഴുതണം, കീമിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ കോഴ്സുകൾ ആഗ്രഹിക്കുന്നെങ്കിൽ കീമിൽ രജിസ്റ്റർ ചെയ്യണം. മാത്രമല്ല കോഴ്സുകൾ വേറെയുമുണ്ട്. ഇനി എഞ്ചിനീയറിംഗ് കോഴ്സസ് നോക്കുക. BTech കോഴ്സുകൾ, അതായത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി, അതുപോലെ വെറ്റിനറി കോഴ്സുകളുടെ BTech കോഴ്സുകൾ, അതായത് BTech ഡയറി ടെക്നോളജി, BTech ഫുഡ് ടെക്നോളജി, അതുപോലെ മറ്റ് BTech കോഴ്സുകൾ, ഇതിനെല്ലാമുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേതുമുണ്ട്. ഇതിന് നിങ്ങൾ കീമിൻ്റെ എക്സാം എഴുതേണ്ടതുണ്ട്. ഇതിൽ നിങ്ങൾ കീമിൻ്റെ എക്സാം എഴുതണം. കീമിൻ്റെ ഈ കോഴ്സുകൾക്ക് നിങ്ങൾ കീമിൻ്റെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേർത്തിട്ടാണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എക്സാം എഴുതേണ്ടി വരും. ഇനിയുള്ളത് ഫാർമസി കോഴ്സാണ്. ഫാർമസി കോഴ്സ്, അതായത് BPharm കോഴ്സുകളുടെ ഇതിലും നിങ്ങൾ എന്ത് എഴുതേണ്ടി വരും? കീമിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി എക്സാം എഴുതേണ്ടി വരും. ആർക്കിടെക്ചർ കോഴ്സ് BArchന്റെ ഇത് നിങ്ങൾ എക്സാം എഴുതണ്ട, നാറ്റ ക്വാളിഫൈ ചെയ്താൽ മതി. നീറ്റ് പോലെ ആർക്കിടെക്ചറിൻ്റെ നാറ്റ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇവരൊക്കെ കേരളത്തിൽ ഫാർമസിക്കോ ആർക്കിടെക്ചറിനോ ഈ പറഞ്ഞ ഏതെങ്കിലും കോഴ്സ്, ഞാനിപ്പോൾ ഇത് ഓൾമോസ്റ്റ് 5 കോഴ്സുകളോളം പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ അലൈഡ്, എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ. ഈ 5 കോഴ്സുകൾക്കും നിങ്ങൾ കേരളത്തിൽ പഠിക്കണമെങ്കിൽ കീം രജിസ്റ്റർ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഇപ്പം നീറ്റ് എഴുതുന്നൊരു കുട്ടി കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റേറ്റിലെ മെഡിക്കൽ സീറ്റുകളിലേക്ക് അവരെ പരിഗണിക്കില്ല. അവർ പിന്നെ ഓൾ ഇന്ത്യ കോട്ട മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും നിർബന്ധമായിട്ട് കീം രജിസ്റ്റർ ചെയ്യണം. ഇനി എൻ്റെ ഷെഡ്യൂൾ നോക്കുക. ce.kerala.gov.in എന്നുള്ള സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ജനുവരി 5-ാം തീയതി തുടങ്ങി ജനുവരി 31-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാം. ഓൺലൈനായിട്ടാണ്, ബൈ പോസ്റ്റ് ഒന്നും അയക്കേണ്ടതില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമാണ്. ഈ അപേക്ഷയിലെ കുട്ടികൾ അവരുടെയോ അല്ലെങ്കിൽ പേരൻസിൻ്റെയോ മൊബൈൽ നമ്പർ ഉണ്ടാവണം. ഇമെയിൽ ID ഒക്കെ ഉപയോഗിച്ചിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതേപോലെ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി തെളിയിക്കുന്ന മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റ്, ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് SSLC ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ബാധകമാണ്. അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇതൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇതൊക്കെ ഈ ജനുവരി 31-ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. ഇനി മറ്റ് രേഖകൾ സമർപ്പിക്കാൻ നിങ്ങൾക്ക് ഫെബ്രുവരി 7-ാം തീയതി വരെ സമയം കിട്ടും. ഓക്കെ, പിന്നെയും ഒരാഴ്ച കൂടി സമയം കിട്ടും. 5 മണി വരെ നിങ്ങൾക്ക് ബാക്കി ഡോക്യുമെൻറ്റുകൾ കൊടുക്കാനും സമയം ഉണ്ടാവും. ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, എലിജിബിലിറ്റി എന്താണെന്ന് നോക്കുക. MBBS, BDS എന്നീ കോഴ്സുകളിലെ പ്രവേശനത്തിന് ഹയർ സെക്കൻഡറിയുടെയോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് ഇക്വലൻ്റ് ആയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോടെക്നോളജി. ബയോളജിക്ക് പകരം ബയോടെക്നോളജി പഠിച്ചാലും കുഴപ്പമില്ല. ഇതിനെല്ലാം കൂടെ ചേർത്ത് 50% മാർക്ക്, എല്ലാം കൂടെ ചേർത്ത് ഇത് 3 കൂടെ ചേർത്ത് 50% മാർക്കും. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ഇതിനെല്ലാം പ്രത്യേകം പാസ്സാവുകയും ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ആയുർവേദം, ഹോമിയോ എന്നീ കോഴ്സുകൾക്കാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ച് കേരള ഹയർ സെക്കൻഡറി പാസ്സായിട്ടുണ്ടാവണം. അതേപോലെ BHMS കോഴ്സിന് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നീ വിഷയങ്ങൾ മുഖ്യ വിഷയമായി പഠിക്കാത്തവരെ പരിഗണിക്കില്ല. ഹോമിയോയ്ക്ക് നിങ്ങൾ ബയോളജിയോ ബയോടെക്നോളജിയോ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കില്ല. ഇനി സിദ്ധ കോഴ്സ്, BSMS സിദ്ധ കോഴ്സിൻ്റെ കേസ് ശ്രദ്ധിക്കുക. സിദ്ധ കോഴ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ 10-ാം ക്ലാസ്സിലോ 12-ാം ക്ലാസ്സിലോ തമിഴ് ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിൽ പ്രവേശനം ലഭിച്ച് ആദ്യ വർഷത്തിനുള്ളിൽ തമിഴ് ലാംഗ്വേജ് കോഴ്സ് ജയിച്ചിരിക്കണം. അപ്പോൾ BSMSന് തമിഴ് ഒരു ലാംഗ്വേജായി 10-ലോ 12-ലോ പഠിച്ചിട്ടുണ്ടാവണം. ഇനി യുനാനി കോഴ്സുകളുടെ പ്രവേശനത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുണ്ടാവണം. 10-ാം ക്ലാസ്സിലോ 12-ാം ക്ലാസ്സിലോ ഉറുദു അല്ലെങ്കിൽ അറബിക്ക്, പേർഷ്യൻ എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയമായിട്ട് പഠിച്ച് ജയിച്ചവരുമായിരിക്കണം. അല്ലെങ്കിൽ അംഗീകൃത സൊസൈറ്റിയോ അല്ലെങ്കിൽ ബോർഡോ യൂണിവേഴ്സിറ്റിയോ നടത്തുന്ന ഉറുദു പ്രവേശന പരീക്ഷ ജയിച്ചവരോ ആയിരിക്കണം. ഇനി 10 അല്ലെങ്കിൽ 12 ക്ലാസ്സുകൾ ഈ പറഞ്ഞതിൽ ഒന്നും നിങ്ങൾ വരുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്ത് ആദ്യ സെഷൻ്റെ ഉള്ളിൽ തന്നെ അറബിക് വിഷയത്തിനൊപ്പം ഉറുദു കൂടി പഠിക്കേണ്ടതാണ്. അതുപോലെ അഗ്രികൾച്ചർ, ഫിഷറീസ് കോഴ്സുകളിലേക്ക്
ഈ കോഴ്സുകൾക്ക് അതുപോലെ ബിടെക് ബയോടെക്നോളജി അങ്ങനെയുള്ള എല്ലാ കോഴ്സുകൾക്കും ഹയർ സെക്കൻഡറി ബോർഡിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾക്ക് മൊത്തത്തിൽ 50% മാർക്ക് നേടി ജയിച്ചാൽ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ BSc ഹോണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ് പ്രവേശനത്തിനും ഇതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 50% മാർക്ക് മേടിച്ചവർക്ക് അല്ലെങ്കിൽ 50% മാർക്കുള്ളവർക്ക് പറ്റും. അതേപോലെ ഹയർ സെക്കൻഡറി തലത്തിൽ മാത്സ് ഒരു വിഷയമായിട്ട് പഠിച്ചിരിക്കുകയും ചെയ്യണം. ഇതിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൂടാതെ ഹയർ സെക്കൻഡറിക്ക് മാത്സ് കൂടി പഠിച്ചിട്ടുണ്ടാവണം. വെറ്റിനറി കോഴ്സുകളുടെ കേസ് ശ്രദ്ധിക്കുക. ഇതിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾക്ക് മൊത്തം 50% മാർക്കുണ്ടായിരിക്കണം. ഇതാണ് എഡ്യൂക്കേഷൻ എലിജിബിലിറ്റി. എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക്, അതായത് ബിടെക് കോഴ്സുകൾക്ക്, ബിടെക് കോഴ്സ് എന്ന് പറയുമ്പോൾ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി ഉൾപ്പെടെ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സുകളിലൊക്കെ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ഫിസിക്സ്, മാത്സ് എന്നിവ നിർബന്ധ വിഷയങ്ങളായിട്ടും കെമിസ്ട്രി ഒരു ഓപ്ഷണൽ വിഷയമായിട്ടും പഠിച്ചാൽ മതി. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് 45% മാർക്ക് ഹയർ സെക്കൻഡറിയിൽ വാങ്ങിയിട്ടുണ്ടായാൽ മതി. ഇനി സപ്പോസ് കെമിസ്ട്രി പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കെമിസ്ട്രി പഠിക്കാത്തവർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് ആഡ് ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ ബയോടെക്നോളജിയുടെ മാർക്ക് ആഡ് ചെയ്യാം. ബയോടെക്നോളജി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബയോളജിയുടെ മാർക്കും പരിഗണിക്കും. അപ്പോൾ കെമിസ്ട്രി ഒരു നിർബന്ധ വിഷയമല്ല. ഈ മാർക്കിൻ്റെ ഡീറ്റെയിൽ നോക്കുക. ഈ 2 വർഷത്തെ കേരള ഹയർ സെക്കൻഡറി കോഴ്സ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിരിക്കുന്ന കോഴ്സുകളിൽ 2 വർഷവും എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ വിഷയങ്ങളും 2 വർഷത്തേതിൻ്റെയും കൂടെ ചേർത്തിട്ടാണ് പരിഗണിക്കുക. ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും കൂടെ കൂട്ടിയുള്ള മാർക്കാണ്, ആകെ മാർക്കാണ് പരിഗണിക്കുക. അതേസമയം ഈ 12th മാത്രം CBSE പോലെ 12th മാത്രം ബോർഡ് എക്സാം നടത്തുന്ന സ്കീമിലുള്ള കുട്ടികൾക്ക് 12th മാർക്ക് മാത്രം, അതായത് സെക്കൻഡ് ഇയർ മാർക്ക് മാത്രമായിരിക്കും പരിഗണിക്കുക. മറ്റെല്ലാം മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് 2 വർഷം എക്സാം നടത്തിയിട്ടുണ്ടെങ്കിൽ 2 വർഷത്തെയും കൂടെ ചേർത്തുള്ള മാർക്കും, സെക്കൻഡ് ഇയറിൽ മാത്രമാണ് എക്സാമെങ്കിൽ അതും ആണ് പരിഗണിക്കുക. ഇനി കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ കേരളത്തിലെ ഹയർ സെക്കൻഡറിക്ക് ഈക്വലൻ്റ് ആണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചവർക്കും അപേക്ഷിക്കാം. ഇനി ആർക്കിടെക്ചർ കോഴ്സിൻ്റെ നോക്കുക. ആർക്കിടെക്ചറിന് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് 50% മാർക്കും ഉണ്ടാവണം. ഓക്കെ. ഇതുകൂടാതെ 2025 നാറ്റ അല്ലെങ്കിൽ 26 നാറ്റ 2 വർഷത്തേക്ക് നാറ്റ ബാധകമാണ്. 2025 നാറ്റ ക്വാളിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ 26 നാറ്റ ക്വാളിഫൈ ചെയ്യുകയോ ചെയ്താലും മതി. അപ്പോൾ ഇതിൽ ഏത് എങ്കിലും ഒരു നാറ്റ ക്വാളിഫൈ ചെയ്താൽ മതി. അതേപോലെ ബിഫാമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബിഫാമിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇല്ലെങ്കിൽ ബയോളജി. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചവർക്കും പറ്റും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചവർക്കും പറ്റും. ഇംഗ്ലീഷ് നിർബന്ധമാണെന്ന് മാത്രം. അതുപോലെ MBBS, BDS കോഴ്സുകൾക്ക് SC, ST, അതേപോലെ SCBC കാറ്റഗറി, അതുപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി കാറ്റഗറിക്കൊക്കെ 40% മാർക്ക് മതിയാവും. അതേപോലെ BAMS, BHMS, BSMS അതായത് ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി കോഴ്സുകൾക്ക് SC, ST, SCBC, ഫിസിക്കൽ ഡിസബിലിറ്റി ഈ കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ച് ജയിച്ചാൽ മതിയാവും. പെർസെൻറ്റേജ് പറഞ്ഞിട്ടില്ല, പാസ്സായാൽ മതിയാവും. ഇനി അഗ്രികൾച്ചർ കോഴ്സുകൾക്കാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. SCBC കാറ്റഗറി അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മിനിമം യോഗ്യതയിൽ 5% ഇളവ് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ SC, ST വിഭാഗത്തിൽപ്പെട്ടവർ മിനിമം പാസ്സായാൽ മതിയാവും. അതുപോലെ വെറ്റിനറി സയൻസിൻ്റെ കേസ് നോക്കുക. SC, ST, SCBC ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾക്ക് 47% മാർക്ക് മതിയാവും. എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് SC, ST, SCBC ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾക്ക് ഈ പറഞ്ഞതിനെല്ലാം കൂടെ ചേർത്ത് 40% മാർക്ക് മതിയാവും. അതുപോലെ വയസ്സിൻ്റെ എലിജിബിലിറ്റി നോക്കുക. അപേക്ഷകന് 2026 ഡിസംബർ 31 2026 ഡിസംബർ 31 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. കുറഞ്ഞ പ്രായപരിധിയിൽ മാത്രം. ഈ 17 വയസ്സിൽ താഴെയാണ് ആ സമയത്തെങ്കിൽ അവർ എലിജിബിൾ അല്ല. 2027 ഡിസംബർ 31 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇനി അപ്പർ ഏജ് ലിമിറ്റ്, ഉയർന്ന പ്രായപരിധി നിലവിലില്ല. ഇനി നീറ്റിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ. നിലവിൽ ഉയർന്ന പ്രായപരിധി ബാധകമല്ല. ഷെഡ്യൂൾ ഞാൻ ഓൾറെഡി ഓർമ്മിപ്പിച്ചിരുന്നു. അതായത് ജനുവരി 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ജനുവരി 31-ാം തീയതി വൈകിട്ട് 5 മണി വരെ സമയമുണ്ട്. ഡോക്യുമെൻ്റ് കൊടുക്കാൻ ഫെബ്രുവരി 7-ാം തീയതി വരെ സമയമുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് 13/4 ഏപ്രിൽ 13 തുടങ്ങി ഏപ്രിൽ 25 വരെയുള്ള സമയത്തായിരിക്കും എക്സാം ഉണ്ടാവുക. ഇനി ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം, സിഗ്നേച്ചർ ഉണ്ടാവണം. ഇതെല്ലാം JPEG ഫോർമാറ്റുള്ളതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ. ഫോട്ടോയിൽ പേരും ഡേറ്റും ഒന്നും വെക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ പ്രശ്നമില്ല. സിഗ്നേച്ചർ ഉണ്ടാവണം, ഒരു വാലിഡ് ഇമെയിൽ ID ഉണ്ടാവണം, ഒരു വാലിഡ് മൊബൈൽ നമ്പർ ഉണ്ടാവണം. ഒന്നുകിൽ കുട്ടിയുടെയോ അല്ലെങ്കിൽ പേരൻസിൻ്റെയോ ആവാം. റീഫണ്ട് ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും കൊടുക്കേണ്ടതാണ്. ഇനി ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ് നോക്കുക. രജിസ്ട്രേഷൻ. സ്റ്റെപ്പ് നമ്പർ 1 രജിസ്ട്രേഷനാണ്. കുട്ടിയുടെ പേര്, ജനനത്തീയതി, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അതുപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യുക, ആക്സസ് കോഡ് ഇതൊക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക.
അപ്പോൾ കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്പർ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് കുറിച്ച് വയ്ക്കുക. ഇത് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ലോഗിൻ ചെയ്യേണ്ടത്. അതിനുശേഷം രണ്ടാം സ്റ്റെപ്പിൽ എന്താണ്, അപേക്ഷയിൽ ആവശ്യപ്പെട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നൽകുക. എഞ്ചിനീയറിംഗിനാണോ, ആർക്കിടെക്ചറിനാണോ, ബിഫാമിനാണോ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കാണോ ഒക്കെ അതിൽ ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്നിച്ചും ചെയ്യാം. എഞ്ചിനീയറിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ടിക്ക് ചെയ്യാം, ആർക്കിടെക്ചർ ടിക്ക് ചെയ്യാം, ബിഫാം ടിക്ക് ചെയ്യാം, മെഡിക്കൽ അലൈഡ് ടിക്ക് ചെയ്യാം. ഇങ്ങനെ 4 ഓപ്ഷനാണ്. നിങ്ങൾക്കിത് 4ഉം ടിക്ക് ചെയ്യാം. ഒരെണ്ണം മാത്രമായിട്ടും ചെയ്യാം, ഏത് കോമ്പിനേഷനിലും ചെയ്യാം, അതിൽ പ്രശ്നമില്ല. ഇനി അതേപോലെ സാമുദായിക സംവരണം, SC, ST, OEC, SCBC ഇങ്ങനെയൊക്കെ ഉള്ളവർ, അതേപോലെ EWS, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർ, ഇവരൊക്കെ ഓൺലൈൻ അപേക്ഷയുടെ സമയത്ത് നിശ്ചിത സ്ഥാനത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അത് മാത്രമല്ല, ഫൈനൽ സബ്മിഷൻ കൊടുത്തതിന് ശേഷം ചില ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുമുണ്ട് ഫൈനൽ സബ്മിഷന് മുമ്പ്. ഇതെല്ലാം നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. ഫീസ് എത്രയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിക്കാം. പിന്നെ ഫോട്ടോ, ഒപ്പ്, മറ്റ് അനുബന്ധ രേഖകൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ്റെ അക്നോളജ്മെൻറ്റ് പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഈ പ്രിൻ്റ് ഔട്ട് പിന്നീട് സൂക്ഷിച്ച് വെക്കണം. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇതൊക്കെ ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് ഈ പ്രിൻ്റ് ഔട്ടിൻ്റെ ഒരു കോപ്പി കയ്യിൽ എന്തായാലും സൂക്ഷിക്കണം. ഡോക്യുമെൻറ്റുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഓൾറെഡി മുമ്പ് തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. SCBC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനല്ല, ജോലി സംബന്ധങ്ങൾക്കും അല്ല. അതായത് നിങ്ങളിത് വാങ്ങേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. വില്ലേജിൽ നിന്നാണ് വാങ്ങേണ്ടത്. സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലാണ് വാങ്ങേണ്ടത്, അത് മറന്നു പോകരുത്. അതുപോലെ എന്നാൽ SC ST വിഭാഗക്കാർ വാങ്ങേണ്ടത് തഹസിൽദാറിൻ്റെ കയ്യിൽ നിന്നാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അതേപോലെ OEC വിഭാഗത്തിൽപ്പെട്ടവരും എന്ത് ചെയ്യണം, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതും വില്ലേജ് ഓഫീസിൽ നിന്നാണ് വാങ്ങേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു കുട്ടി നോൺ ക്രിമിനൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ OBC ആണ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് വാങ്ങി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മൈനോറിറ്റി സീറ്റുകൾക്ക് വേണ്ടി താല്പര്യമുള്ള കുട്ടികൾ, അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, നിങ്ങൾക്ക് NCL കിട്ടാത്ത മുസ്ലിം വിഭാഗക്കാരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഓൾറെഡി NCL കൊടുത്ത കുട്ടി അല്ലെങ്കിൽ SSLC ബുക്കിലെ കമ്മ്യൂണിറ്റി തെളിയിച്ചിരിക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു കുട്ടി പിന്നീട് കമ്മ്യൂണിറ്റിയോ മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യേണ്ട. നോൺ ക്രിമിനൽ അതിന് ഇക്വലൻ്റ് ആണ്. അതുപോലെ ഈ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അപ്പോൾ അവർക്ക് UDID കാർഡ് ഉണ്ടെങ്കിൽ UDID കാർഡ് അപ്ലോഡ് ചെയ്യാം. UDID കാർഡ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങളൊരു താലൂക്ക് ആശുപത്രിയിൽ നിന്നോ മറ്റോ നിങ്ങളുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുത്ത് അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ സ്പെഷ്യൽ റിസർവേഷൻ കേസ്, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോർമാറ്റ് വേണമെങ്കിൽ പ്രോസ്പെക്ടസിൽ ഇതിൻ്റെ എല്ലാം ഫോർമാറ്റ് ഉണ്ട് കേട്ടോ. ഈ പ്രോസ്പെക്ടസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ, ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് സൈറ്റിൽ കിട്ടും. അതിൻ്റെ ലാസ്റ്റ് പേജുകളിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഫോമുകളുണ്ട്. ആ ഫോമുകളിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമായത് അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്ന് വിചാരിക്കുക. ഇന്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. പേരൻസിൽ ആരെങ്കിലും SCBCയോ മറ്റോ ആണെങ്കിൽ, OECയോ മറ്റോ ആണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങുക. നേരെ തിരിച്ച് പേരന്റിൽ ഒരാൾ SCയോ STയോ ആണെങ്കിൽ നിങ്ങൾ താലൂക്ക് ഓഫീസിൽ നിന്ന് തഹസിൽദാർ കൊടുക്കുന്ന ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇതിൻ്റെയൊക്കെ ഫോമാറ്റ് പ്രോസ്പെക്ടസിലുണ്ട്. അതുപോലെ ഫീസ് ആനുകൂല്യം സ്കോളർഷിപ്പിനൊക്കെ അത് SC ST OECക്കാർക്ക് വേണ്ട. അവർ ഓൾറെഡി NCLലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണ്. അതല്ലാത്ത ജനറൽ കാറ്റഗറി ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യണം. അതിൻ്റെയും ഫോർമാറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ അനക്സറിൽ കിട്ടും. അത് അതേപോലെ ആയുർവേദ കോഴ്സിന് വെയിറ്റേജ് മാർക്ക് കിട്ടും, സംസ്കൃതം 2ാം ഭാഷയായിട്ട് പഠിച്ച കുട്ടികൾ. അപ്പോൾ അവസാന വർഷ +2 വിദ്യാർത്ഥികൾ സ്ഥാപന മേധാവി, അതായത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. ഇനി അതല്ല +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രിൻസിപ്പൾ തരുന്ന ഒരു ഫോർമാറ്റ് എടുത്ത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് എടുത്ത് അത് പ്രിൻസിപ്പളുടെ ഒപ്പും സീലും ഒക്കെ ഉള്ള ഒരു ഡോക്യുമെൻ്റ് എടുത്ത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ആയുർവേദ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ സംസ്കൃതം പഠിച്ചവർക്ക് വെയിറ്റേജ് ഉള്ളത് കൊണ്ട് ആ വെയിറ്റേജ് കിട്ടാൻ വേണ്ടി. അതുപോലെ EWSൻ്റെ നോക്കാം. EWSനും ഈ പറഞ്ഞ പോലെയാണ്. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള EWSൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. EWSൻ്റെ ഫോർമാറ്റും അവൈലബിൾ ആണ്. ഇനി മാൻഡേറ്ററി റിസർവേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റിന് 50% സീറ്റ് ബാക്കി വെച്ചിട്ടുണ്ടാവും സീറ്റിൻ്റെ. അതേപോലെ EWSന് 10% ഉണ്ടാവും. SCBC കാറ്റഗറിയിൽ 30% ഉണ്ടാവും. ആരാണ് ഈ SCBC എന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പല സ്ഥലങ്ങളിലും SCBC എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 9% ഈഴവ റിസർവേഷനാണ്, മുസ്ലിം 8% റിസർവേഷനാണ്, ബാക്ക്വേർഡ് ഹിന്ദു 3%, ലാറ്റിൻ കാത്തലിക് 3%, ധീവര കമ്മ്യൂണിറ്റി 2%, വിശ്വകർമ്മ 2%, കുശവൻ കാറ്റഗറി 1%, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%, കുടുംബി 1%. ഇതുകൂടാതെ SC ST 8% സീറ്റ് SCക്കും 2% STക്കും, അങ്ങനെ 10%. ഇതാണ് മാൻഡേറ്ററി റിസർവേഷൻ. ഇത് കൂടാതെയുള്ള റിസർവേഷൻ നോക്കുക. എക്സ് സർവീസ്, അതേപോലെ സർവീസ് ഡിഫൻസ്, ഇങ്ങനെ കുറേ റിസർവേഷൻ ഉണ്ട്. ഇപ്പോൾ എക്സ് സർവീസ് ആണെന്ന് വിചാരിക്കുക. എക്സ് സർവീസ് ആണെങ്കിൽ ഇതിൽ ഫോർമാറ്റ് അനക്സർ ഉണ്ട്. ഈ അനക്സർ ഡൗൺലോഡ് ചെയ്തിട്ട് ജില്ലാ സൈനിക ഓഫീസിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ഈ അപേക്ഷയോടൊപ്പം വയ്ക്കണം. അതേപോലെ ഡിഫൻസ് ഗിൽഡ് ആണെങ്കിലും ഈ സെയിം പ്രൊസീജിയറാണ്.
ഈ ഫോർമാറ്റ് എടുക്കുക, ആ ഫോർമാറ്റ് ജില്ലാ സൈനിക ഓഫീസിൽ നിന്ന് ഫില്ല് ചെയ്ത് വാങ്ങുക. അതേപോലെ സർവീസ് ഡിഫൻസ്, CRPF, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതും ജില്ലാ സൈനിക ഓഫീസിൽ നിന്നാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആ കൺസേൺ കാറ്റഗറിയുടെ താഴെ നോക്കിയാൽ കാണാം ഏത് ഫോർമാറ്റിലെ. ഇപ്പോൾ ഇത് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഇത് പലർക്കും വളരെ കുറച്ച് പേർക്ക് ഇത് ബാധകമാവും. ഇപ്പോൾ CRPF ആണെങ്കിൽ നിങ്ങൾ ഈ അനക്സറിൽ കൊടുത്തിരിക്കുന്ന ഈ ഫോം എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമാൻഡിങ് ഓഫീസറോട് ഇത് സൈൻ ചെയ്ത് 6 മാസം എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇതും ഈ പറഞ്ഞതിൻ്റെ കൂടെ. അപ്പോൾ ഇതിൽ പർപ്പസ് ഒക്കെ മെൻഷൻ ചെയ്തിരിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്ത് വിടേണ്ടതാണ്. ഇതിനൊക്കെ സമയം കുറച്ചുകൂടി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെബ്രുവരി 7-ാം തീയതി വരെയൊക്കെ ഇതിന് സമയം കിട്ടും. അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ റിസർവേഷന്, അതുപോലെ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് റിസർവേഷൻ, ഇതൊക്കെ ഒരു പർട്ടിക്കുലർ കോഴ്സിന് മാത്രമാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എഞ്ചിനീയറിംഗിന് മാത്രമാണ്, MBBSന് അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സിന് ബാധകമല്ല. അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചർ കോഴ്സിന്, BSc അഗ്രികൾച്ചറിന് മാത്രമാണ് ഇത് ബാധകമാവുക. സ്പോർട്സ് കോട്ടയുടെ ശ്രദ്ധിക്കുക. സ്പോർട്സ് കോട്ടയുടേത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ കൺഫർമേഷൻ പേജിൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ ഡോക്യുമെൻറ്റും സെക്രട്ടറി, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം. അത് ഏപ്രിൽ 30-ന് മുമ്പ് അവിടെ എത്തുകയും വേണം. അതേപോലെ NCC കോട്ട പ്രതീക്ഷിക്കുന്ന കുട്ടി അല്ലെങ്കിൽ NCC കോട്ടയുള്ള കുട്ടികളാണെങ്കിലും ഈ പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അക്നോളജ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ ഡോക്യുമെൻറ്റുമായിട്ട് നിങ്ങളുടെ യൂണിറ്റ് ഓഫീസിലാണ് എത്തിക്കേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കുക. എഞ്ചിനീയറിങ്ങിന് ജനറൽ കാറ്റഗറി, അതായത് SC ST ഒഴികെയുള്ളവരെ ഇതിൽ തൽക്കാലം ജനറലായി പരിഗണിച്ചിരിക്കുന്നു ഫീസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ SC ST കാറ്റഗറിക്ക് മാത്രമാണ് അതിൽ ഇളവുള്ളത് ഫീസിൽ. ബാക്കി എഞ്ചിനീയറിങ്ങിന് 925 രൂപയാണ്. SC കാറ്റഗറി ആണെങ്കിൽ 400 രൂപയാണ്, STക്ക് ഇല്ല. ഇനി BPharm ആണെങ്കിലും 925 രൂപയാണ്, അവിടെയും 400 രൂപ SCക്ക്, STക്ക് ഫീസില്ല. ആർക്കിടെക്ചർ ആണെങ്കിൽ 650 രൂപയാണ്, 260 രൂപ SC, നില്ലാണ് STക്ക്. മെഡിക്കൽ ആൻഡ് അലൈഡ് ആണെങ്കിലും 650, പിന്നെ 260 രൂപ SCക്കും നില്ലാണ് STക്കും. അപ്പോൾ ഇതാണ് ഫീസ്. അപ്പോൾ നിങ്ങൾ കോഴ്സിന് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധേടാവേണ്ട. നിങ്ങൾ ഒന്നിലധികം കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ഫീ പേ ചെയ്യേണ്ടത് അവിടെ കാണിച്ചോളും, അതാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഈ UAEയിൽ എക്സാം ചൂസ് ചെയ്യുന്ന കുട്ടികൾ 16,000 രൂപ അഡീഷണലി പേ ചെയ്യേണ്ടി വരും. ഇനി എക്സാമിനേഷൻ്റെ സെൻറ്റർ നോക്കുക. എൻട്രൻസ് എക്സാമിനേഷൻ വിൽ ബി ഹെൽഡ് അറ്റ് സെലക്ടഡ് വെന്യൂസ് ഇൻ ഓൾ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടാവും. ന്യൂഡൽഹിയിലുണ്ടാവും, മുംബൈയിലുണ്ടാവും, ബാംഗ്ലൂരു ഉണ്ടാവും, ചെന്നൈ ഉണ്ടാവും, UAE ഉണ്ടാവും. എക്സാമിനേഷൻ ഡീറ്റെയിൽ നോക്കുക. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാം എഴുതുന്ന കുട്ടികൾ, എഞ്ചിനീയറിംഗ് കോഴ്സിന് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയാണ് എഴുതേണ്ടി വരിക. അപ്പോൾ അത് 5:3:2, അതായത് റേഷ്യോ വൈസ് മാത്സിൻ്റെ മാർക്കായിരിക്കും 50%, 30% ഫിസിക്സ് ആയിരിക്കും, 20% കെമിസ്ട്രി ആയിരിക്കും. നേരെ തിരിച്ച് ഫാർമസിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 3:2, 30% ഫിസിക്സ് ആയിരിക്കും, 20% കെമിസ്ട്രി. അതായത് ഈ പേപ്പറുകൾ ഏറെക്കുറെ സെയിം തന്നെയായിരിക്കും. മാത്സ് അഡീഷണലി എഞ്ചിനീയറിംഗുകാർ എഴുതുമെന്ന് മാത്രം. ഇപ്പോൾ ഞാൻ കീമിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിൽ മെഡിക്കലിനോ മെഡിക്കൽ അലൈഡിനോ ആർക്കിടെക്ചറിനോ എഞ്ചിനീയറിങ്ങിനോ ഫാർമസിക്കോ ഒരു കോഴ്സ് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ കീം രജിസ്റ്റർ ചെയ്യണം. എക്സാം എഴുതുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തേതാണ്. ഓക്കെ, അത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് അപ്ഡേറ്റുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ ത്രൂ വാട്സപ്പ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അങ്ങനെ മെസ്സേജ് അയച്ചാൽ മാക്സിമം നേരത്തെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ എത്തിക്കാം. അതേപോലെ മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിലും ആ കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.